അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുർആൻ പഠിക്കാം, അല്ലെങ്കിൽ ഓരോ ആയത്തുകൾ വെച്ച്, അല്ലെങ്കിൽ ചെറിയ സൂറത്താണെങ്കിൽ ഓരോ സൂറത്ത് വെച്ച് നമുക്ക് ഓരോ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ നമുക്ക് ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ ഖുർആൻ്റെ കംപ്ലീറ്റ് ആക്കി അതിൻ്റെ എല്ലാ തഫ്സീറും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാണ് സൂറത്ത് തൗഹീദ്. ഇൻഷാല്ലാ നമുക്കതൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സൂറത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസ്മി കൊണ്ടാണ്. അതിൽ തന്നെ അള്ളാഹുവിൻ്റെ മാത്രം അതിൽ പറയുന്നുണ്ട് റഹ്മാൻ റഹീം. അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ്. റഹ്മാൻ എന്ന് വെച്ചാൽ അള്ളാഹുവിൽ വഴിപ്പെട്ടവർക്കും അള്ളാഹുവിൽ വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ, ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവൻ. റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വഴിപ്പെട്ടവർക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നവൻ. എല്ലാ സൂറത്തിലും ബിസ്മി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അള്ളാഹു സ്വമദ്. അള്ളാഹു സർവാശ്രയനായ യജമാനത്രേ. എന്നുവെച്ചാൽ ഈ ഒരു പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും യജമാനനായ റബ്ബ്. ലം യലിദ് വലം യൂലദ്. അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടുമില്ല, സന്താനമായി ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യമായിട്ട് യാതൊരുവനും ഇല്ലതാനും. ഈ സൂറത്ത് ഖുറാനിൻ്റെ 1/3 പല ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഒരു സൂറത്ത് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കുകൾ നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം എന്ന് പറയുന്ന സമയത്താണ് അല്ലാഹു തആല ഈ ഒരു സൂറത്തിനെ ഇറക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടക്കാൻ നേരം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈൻ സൂറത്തും 3 പ്രാവശ്യം ഓതി, 2 കൈകളിൽ ഊതി മുഖത്തേക്കും തലയിലും മേൽമാസകലം തടവാറുണ്ടായിരുന്നു. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുൽ മുഅവ്വിദത്തൈൻ സൂറത്തുൽ ഫലഖിനെ കുറിച്ചും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും.